ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഒക്ടോബർ 16 അപ്പോൾ ഈ വീഡിയോ ഒക്ടോബർ 16 എടുത്ത് തന്നെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം, അതായത് 2024 വീഡിയോ ആണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ കിട്ടിയൊരു ദിവസമായിരുന്നു. അത് നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് അന്നേ കരുതി, പക്ഷേ പറ്റിയില്ലൊരു വർഷം കാത്തിരിക്കേണ്ടി വന്നു എനിക്ക്. അപ്പോൾ ഈ വർഷം അതൊരു മധുരമുള്ളൊരു ഓർമ്മയായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോനും പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും അമ്മയുടെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അവരും ഇത് ചടങ്ങിൽ അവരുടെ ഒരു കവിതയുണ്ട്, അവരും നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. തലശ്ശേരിയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രയാണ്. ഒക്ടോബർ 16 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജന്മദിനം. അപ്പോൾ ആ ദിവസം ചെറുതായിട്ടൊക്കെ എഴുതുന്ന എനിക്ക് ഒരു കവിത, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കവിതാ സമാഹാരത്തിൽ എൻ്റെ കവിത വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രകാശന ചടങ്ങിലേക്കാണ് ഞങ്ങൾ തൃശ്ശൂരിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുന്ന കാലത്ത് മാത്രം കേട്ട് പരിചയമുള്ള കേരള സാഹിത്യ അക്കാദമിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഞങ്ങളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. സാക്ഷി എന്ന സാഹിത്യ സംഘടന പുതിയ എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന വളർന്ന് വികസിക്കുന്ന ഒരു സാഹിത്യ കൂട്ടായ്മയാണ്. അതാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചേർത്തതും. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റും പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ശ്രീ സച്ചിദാനന്ദ സാറിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ട്. സച്ചിദാനന്ദ സാറാണ്, അദ്ദേഹമാണ് ഈ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം വള്ളത്തോളിൻ്റെ ജന്മദിനമായ അദ്ദേഹത്തിൻ്റെ മഹാകവിയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഒരു സദസ്സ് പങ്കെടുക്കാൻ കിട്ടിയ ഭാഗ്യം അതൊന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഇനി ഈ കൊച്ചുമക്കളുടെ മരുമക്കളായിട്ടുള്ള ലക്ഷ്മി ദേവി, ഭാമ, സുധ ഇവരെയും ഭാഗമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഉള്ളത് കൊച്ചുമകൾ യമുനയെയും ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നിർവഹിക്കേണ്ടതുണ്ട്. ഏറെ സ്നേഹത്തോടെ പുസ്തക പ്രകാശനത്തിനായി MLA-യെയും സച്ചിദാനന്ദ മാഷയെയും ക്ഷണിച്ചു. അതിനിടെ അദ്ദേഹത്തിൻ്റെ സച്ചിദാനന്ദ സാറിൻ്റെ വാക്കുകളും കവിതയും അദ്ദേഹത്തിന് നേരിട്ട് കേൾക്കാനുള്ള അവസരമുണ്ടായി. അദ്ദേഹത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ട സന്തോഷത്തോടെ അടുത്തായിട്ട് കലാശ്രേഷ്ഠ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ശ്രീകുമാറിനെ ക്ഷണിക്കുകയാണ് നമ്മളുടെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടമായ ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടുക. ഓക്കെ.